തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് കിളിപോയ അവസ്ഥയിലാണ് കായംകുളത്തെ മുൻ MLA ആയിട്ടുള്ള പ്രതിഭ. പിണറായി വിജയൻ പോലും ഇനിയും പ്രതികരിച്ചിട്ടില്ല. ഇല്ല. എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ പാർട്ടി കമ്മിറ്റിക്കകത്ത് നടക്കുന്നതല്ല, പുറത്തോട്ട് ആരും എന്ന് പറയുന്നതുമില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രതിഭയ്ക്ക് ഇതങ്ങോട്ട് യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പറ്റാതെ ഇങ്ങനെ തികട്ടി വന്നുകൊണ്ടിരിക്കുക. ആ പരാജയം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തികട്ടി വരും. ഈ പണ്ട് നമ്മുടെ നാട്ടിൽ നമ്മളെ വളരെ ആദരിക്കുന്ന ചില നേതാക്കന്മാർക്ക് ഇതേ അനുഭവം ഉണ്ടായിരുന്നതാണ്. അവരെ കിളി പോകുമായിരുന്നു. അവർ തോറ്റിട്ടില്ലാത്തവർ തോറ്റു കഴിഞ്ഞാൽ അതെ, അവർ വല്ലാത്ത മാനസികാവസ്ഥയിൽ എത്തുമായിരുന്നു. അവരുടെ പേര് നമ്മൾ പറയുന്നില്ല എങ്കിൽ പോലും ഭയങ്കരമായ രീതിയിൽ തോറ്റപ്പം ഞെട്ടിപ്പോയി. അത് പിന്നെ അവരുടെ മൊത്തത്തിലുള്ള അവരുടെ ആറ്റിറ്റ്യൂഡിൻ്റെ മാറ്റം വന്ന വലിയ നേതാക്കന്മാർ പണ്ടത്തെ തലമുറയിൽ ഉണ്ടായിരുന്നു എന്നാണ്. ഇതിപ്പോൾ 10 വർഷമായിട്ട് ഭരണപക്ഷത്തുള്ള ഒരു MLA ആയിട്ട് തുടർന്ന പ്രതിഭ. അതിനു മുമ്പ് 5 വർഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. എന്തൊക്കെ അതെ, എല്ലാം അയച്ച് വളരെ ചെറുപ്രായത്തിൽ തന്നെ പാർട്ടിയിൽ നല്ല പദവികൾ കിട്ടി. പിന്നെ എന്താ പറയുന്നത്, രാഷ്ട്രീയത്തിൽ വളരെയധികം ശോഭിച്ചു. അങ്ങനെയൊക്കെ വന്ന ഈ പ്രതിഭയ്ക്ക് ജീവിതത്തിൽ കുറേ തിരിച്ചടികൾ നേരിടേണ്ടി, സ്വകാര്യ ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ നേരിടേണ്ടി വന്നു. ഇപ്പോൾ ശരിക്കും ഈ ഇലക്ഷന് മുമ്പ് പ്രതിഭയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില വിഷയങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ മകനെ കഞ്ചാവുമായി എക്സൈസ് അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്ത വന്നു. ഈ വാർത്ത വന്നതും ഈ വാർത്ത കൊടുത്തതും എക്സൈസിൽ നിന്ന് കിട്ടിയ സോഴ്സുകൾ പ്രകാരമാണ്. എക്സൈസിന്റെ വാർത്ത. അപ്പോൾ ആ വാർത്ത വന്നതോടെ കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു. കാരണം ഒരു ഇടതുപക്ഷ MLAയുടെ മകനാണ് ഈ കഞ്ചാവുമായിട്ട് പിടിയിലായിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അത് മുന്നോട്ട് പോയത്. അത് ഇവരെ ഭയങ്കരമായിട്ട് പ്രകോപിപ്പിച്ചു. ഓർക്കുന്നില്ല, അവരെ ഒരു പിന്നെ ലൈവിൽ വന്ന് അവർ വല്ലാതെ മാധ്യമ പ്രവർത്തകരെയൊക്കെ വലിയ മോശമായ ഭാഷയിൽ ചീത്ത വിളിച്ചവർ. അതെ, പക്ഷേ അന്ന് പാർട്ടി തലത്തിലൊരു താക്കീത് ഇവർക്ക് ലഭിച്ചിട്ടില്ല. ഓർക്കണം, അവര് വളരെ മോശം മാധ്യമ വേശ്യകളെന്നൊക്കെ വിശേഷിപ്പിച്ചു. വളരെ ഒരു MLAയുടെ പദവിക്കോ ഒരു MLAയുടെ ഇതിനോ ചേരാത്ത തരത്തിൽ വികാരപരിധിയായിട്ടാണ് ഒരു സംഭവം. എന്താണ്, ഇവിടുത്തെ മാധ്യമങ്ങൾ ആരും സൃഷ്ടിച്ച ഒരു കേസല്ല. എക്സൈസുകാർ പിടിച്ചു. ആ കൂട്ടത്തിൽ MLAയുടെ മകനുണ്ടായിരുന്നു. അവൻ കഞ്ചാവ് വലിച്ചില്ലയോ എന്നുള്ളത് നാട്ടുകാരുടെ വിഷയമല്ല. പക്ഷേ അതിനകത്ത് അവരത്രയും പ്രകമ്പനം കൊള്ളുമ്പോൾ, അല്ലെ ഇത്രയും പ്രതികരിക്കുമ്പോൾ, അത് അവരുടെ വ്യക്തി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാവണം അങ്ങനെയാണ് അവർ പ്രതികരിക്കേണ്ടി വന്നത്. പക്ഷേ അതിനുശേഷവും അവരുടെ ഭാഗത്ത് നിന്ന് ഈ തരം പ്രതികരണങ്ങൾ മാധ്യമങ്ങൾക്കെതിരെയും എതിർ സ്ഥാനാർത്ഥികൾക്കെതിരെയും ഒക്കെ ഉണ്ടായി. ലിജു കരഞ്ഞു ജയിച്ചു എന്ന് ഒരു അതെ. അതിന് മുമ്പ് ഒരു മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ്, ലോക്കൽ നേതാവ് പ്രതിഭയെ കുറിച്ച് വളരെ മാന്യമല്ലാത്ത ഭാഷയിൽ അയാൾ പ്രസംഗിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അയാൾ പറഞ്ഞത്. അതിപ്പം സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഒരു രാഷ്ട്രീയ മര്യാദ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുലർത്തേണ്ട ഒരു പരസ്പര ബഹുമാനമാണല്ലോ. ഇമാതിരി ഭാഷയിൽ ഒരിക്കലും അയാൾ സംസാരിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ ആ ഒരു രാഷ്ട്രീയ മര്യാദ അയാൾ അതിനകത്ത് കാണിച്ചില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് ഉപയോഗിച്ച് ലിജുവിനെ അട്ടിമറിക്കാൻ, എതിർ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇപ്പം മന്ത്രിയായിട്ടുള്ള ലിജുവിനെ മുതലെടുപ്പ് നടത്തി അട്ടിമറിക്കാൻ ഒരു ശ്രമം പ്രതിഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അവർ പിറ്റേന്ന് പത്രസമ്മേളനം വിളിച്ചു. പക്ഷെ അതിനു മുമ്പ് തന്നെ അപകടം മനത്ത മുസ്ലിം ലീഗുകാരൻ ആയിരുന്നല്ലോ. അതെ, ലീഗ് അപ്പൊ തന്നെ അയാളെ പാർട്ടിയിൽ നിന്ന് അവർ പുറത്താക്കി. അതോടുകൂടി ആ വിഷയം അവിടെ അവസാനിച്ചു. പക്ഷേ ലിജുവിനെ താറടിക്കാനുള്ള ശ്രമം തുടർന്നു. അങ്ങനെ വന്നപ്പോഴാണ് ലിജു അന്ന് അവിടെ നിന്ന് ലിജുവിന് കരയേണ്ടി വന്നത്. അതെ, അദ്ദേഹം ലിജു സാധാരണ അങ്ങനെ വികാരാധീനാവുന്ന ഒരാളല്ല. അത് വളരെ ഗൗരവകരമായി പോകുന്ന ഒരാളാണ്. പുള്ളി അറിയാതെ വികാരാധീന ഇപ്പൊ മനുഷ്യരല്ലേ എന്തായാലും. അല്ല, ഇത്തവണ വിജയം പ്രതീക്ഷിച്ചിരുന്ന ആളാണ് ലിജു. അവിടെ എപ്പോൾ വേണമെങ്കിലും വിജയിക്കാം എന്നുള്ള സാധ്യതയിലിരിക്കുമ്പോഴാണ് അത് പ്രതിഭയ്ക്കും മനസ്സിലായി ലിജു തന്നെ ജയിക്കുകയുള്ളൂ, ലിജുവിൻ്റെ വിജയമാണ് അവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഇത് വെച്ച് എങ്ങനെ നമുക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് ഇത് വഴിതിരിച്ചു വിടാം എന്നാണ് പ്രതിഭയുടെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടായത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ലിജു വൻഭൂരിപക്ഷത്തിൽ ജയിച്ചപ്പോഴും പ്രതിഭയുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതികരണം വന്നു. പക്ഷേ അയാൾ മന്ത്രിയായതിനു പിന്നാലെ പ്രതിഭ ഒരു ലൈവ് വന്നു. കരഞ്ഞു പോയി ജയിച്ച ആളാണ്. അങ്ങനെ ഒരു നാട്യം ലിജുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും ഒരു ന്യായമായ കാര്യമില്ല. അതിനുശേഷം പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ അവർക്കെതിരെ പ്രവർത്തിച്ചെന്ന് വെള്ളാപ്പള്ളി നടേശൻ പാർട്ടി നേരെ അവർക്ക് സഹായം ആരാവാൻ രീതിയിലല്ല പ്രവർത്തിച്ചെന്ന് പറഞ്ഞു. അതിന് ജില്ലാ സെക്രട്ടറി കൃത്യമായി മറുപടി കൊടുക്കുകയും. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലൊക്കെ
ഇവർ ഇതേ അഭിപ്രായം ആവർത്തിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും അവർക്ക് ശക്തമായ മറുപടി തന്നെ യോഗത്തിൽ പങ്കെടുത്തവർ നൽകിയിട്ടുണ്ട്. പ്രതിഭയുടെ മണ്ഡലത്തിൽ പ്രതിഭയുടെ പ്രവർത്തനം, അവരുടെ പ്രവർത്തന പോരായ്മ കൊണ്ടാണ് അവർ തോറ്റത് എന്ന് പറഞ്ഞു. പക്ഷെ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് അവർ പറഞ്ഞത്, വെള്ളാപ്പള്ളി നടേശനെ സമുദായക്കാർക്കും താല്പര്യമില്ല. പക്ഷേ വെള്ളാപ്പള്ളി ഒരു കാര്യം പറഞ്ഞു, മോനെ കഞ്ചാവ് കച്ചവടത്തിന് വിട്ടപ്പോൾ ഓർക്കണമായിരുന്നു. വെള്ളാപ്പള്ളി അവർ പ്രസംഗിച്ചപ്പോഴാണ് വെള്ളാപ്പള്ളി തിരിച്ചു പറഞ്ഞത്, മോനെ കഞ്ചാവ് കച്ചവടത്തിന് വിട്ടപ്പം ഓർക്കണമായിരുന്നു എന്ന് പറഞ്ഞത്. അതാണ് അവർക്ക് അപമാനീയമായി തോന്നിയത്. അവരപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടി പാർട്ടിയോട് അനുമതി ചോദിച്ചിരിക്കും. പാർട്ടി CPM-ലാകുമ്പോൾ നിയമ നടപടി സ്വീകരിക്കണമെങ്കിൽ പാർട്ടിയുടെ അനുമതി വാങ്ങണമല്ലോ. പാർട്ടിയുടെ അനുമതി ചോദിച്ചിരിക്കുകയാണ്. അപ്പം പാർട്ടിയുടെ അനുമതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കെതിരെയാണ് ഇവർ നിയമ നടപടി സ്വീകരിക്കാൻ പോകുന്നത്? പിണറായിയുടെ ഒക്കച്ചങ്ങായി, അദ്ദേഹത്തിന്റെ ഭാഷ അതെ, ഒക്കച്ചങ്ങായ പിണറായി വിജയൻ എന്ത് നടപടി? ഇന്ന് ഈ പാർട്ടി കേരളമെങ്ങും തോറ്റിയിടാൻ കാരണഭൂതന്മാരിൽ ഒരാൾ. അപ്പോൾ അങ്ങേര് വെള്ളാപ്പള്ളി നടേശനെതിരെ എന്തായാലും പാർട്ടി അനുമതി കൊടുക്കത്തില്ല. ഉറപ്പാണല്ലോ, 100% ഉറപ്പ്. ഒരു 100% ഉറപ്പാണ്. ഒരിക്കലും അയാൾ കൊടുക്കാൻ സാധ്യതയില്ല. കാരണം വെള്ളാപ്പള്ളി നടേശന് ഈ പറയുന്നതൊക്കെ പിണറായി വിജയന് പറയാൻ വേണ്ടിയുള്ളത്. അതെ, അല്ല, കൂടാതെ ജി സുധാകരനെതിരെയും അവർ വിമർശനം ഉന്നയിച്ചു. അതെ, ജി സുധാകരനെതിരെ വിമർശനം. ജി സുധാകരൻ എന്താ കുട്ടിച്ചാത്തനാണോ എന്ന് ചോദിച്ചു. എവിടെ നിന്നാലും ജയിക്കുമെന്ന് ജി സുധാകരൻ പറഞ്ഞു. അത് ജി സുധാകരൻ്റെ ഒരു വാചകോടിയാണ്. അപ്പം അദ്ദേഹത്തിന് ഒരു ആത്മവിശ്വാസമുണ്ട്. പക്ഷെ അദ്ദേഹം കാണിച്ചതെന്നില്ലേ? കാണിച്ചു. അദ്ദേഹം സ്ഥാനാർത്ഥിയായതുകൊണ്ടാണ് ആലപ്പുഴ പല സ്ഥാനാർത്ഥികളും ഇടതുപക്ഷത്തിന് തോറ്റു തിന്നാൻ പാടേണ്ട അവസ്ഥ വന്നത്. അല്ല, 27,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. 25,000 വോട്ടും പാർട്ടിക്കാരുടെയാന്ന് അയാൾ പറഞ്ഞു. അതെ, 25,000 വോട്ട് പാർട്ടിക്കാരുടെയാണ്. മാത്രമല്ല, തന്നെ തോൽപ്പിക്കണമെന്ന് ജി സുധാകരൻ പലരോടും ഫോണിൽ കായംകുളത്തുള്ള പാർട്ടിക്കാരോട് ആവശ്യപ്പെട്ടു എന്നാണ് അവർ ആരോപിച്ചിരുന്നത്. അതിപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ എങ്ങനെ ഒരാളെ തോൽപ്പിക്കും? കേരളം എമ്പാടും ഒരു പിണറായി വിരുദ്ധ തരംഗം ആഞ്ഞു വീശി. പിണറായി, MP ഗോവിന്ദൻ എന്നീ 2 പേർക്കെതിരെ ജനത്തിന് ദേഷ്യം വന്നിട്ട് അവർ മൊത്തം ഒറ്റക്കെട്ടായിട്ട് പാർട്ടി പ്രവർത്തകരടക്കം തിരിച്ചു കൂത്തി. അതെ, അതിനെ നമ്മൾ ഇങ്ങനെ പറയാൻ പറ്റും? അതെ, അതിന് ഒരിക്കലും നോക്കാതെ ഒന്നും പറയാൻ കഴിയുകയില്ല. അത് സ്വാഭാവികമായ പ്രക്രിയയായിരുന്നു. സുധാകരൻ വിളിച്ച് പറഞ്ഞാൽ ഇത്രയും പേര് മാറി വോട്ട് ചെയ്യും. അതല്ല, പക്ഷെ സുധാകരനാണെന്ന് ശരിയെന്ന് പിന്നീട് തെളിഞ്ഞില്ലേ? പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞല്ലോ. അതെ, കാരണം 6 സീറ്റാണ് പോയത്. അതെ, സുധാകരന്റെ അടക്കം 6 സീറ്റ് പോയി. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഒറ്റ സീറ്റ് മാത്രമാണ് UDF സുധാകരന്റെ മഹത്വം തിരിച്ചറിയാൻ വൈകിപ്പോയി എന്നുള്ള ജില്ലാ കമ്മിറ്റിക്കാർക്ക് സുധാകരനെ മനസ്സിലായി. പിണക്കേണ്ട കാര്യമില്ലായിരുന്നല്ലാതെ എന്നുള്ളത് മനസ്സിലായി. അപ്പൊ എന്തായാലും യുവപ്രതിഭ പാർട്ടിക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു നീക്കത്തിലാണെന്നാണ് അവരുടെ ഒരു പ്രവർത്തനങ്ങളിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. ആയിരിക്കാനുള്ള സാധ്യത. കാരണം CPM പോലുള്ള ഒരു പാർട്ടി എന്തൊക്കെ പറയുമ്പോഴും നമ്മൾ അവരെ കുറ്റം പറയുമ്പോഴും പാർട്ടി സംഘടനാ ചട്ടക്കൂടുള്ളൊരു പാർട്ടി തന്നെയാണ്. പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ശ്രമിച്ചാൽ പിന്നെ അവർ അധികം വെച്ച് ഉറപ്പിക്കില്ല. കാരണം ഇവരുടെ ആവശ്യങ്ങളൊന്നും തന്നെ പാർട്ടി അംഗീകരിക്കാൻ യാതൊരു സാധ്യതയില്ല. ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ്റെ നിയമ നടപടി, മകനെ കഞ്ചാവ് കേസിൽ കുടുക്കി, മകൻ കഞ്ചാവ് കേസിൽ പ്രതിയായിരുന്നു, അല്ലെ മകനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ, തൻ്റെ മകനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തി എന്നാണ് വെള്ളാപ്പള്ളിക്കെതിരെയുള്ള പ്രതിഭയുടെ. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവർക്ക് കൂടുതൽ വിഷമമുണ്ടാകാനുള്ള കാരണങ്ങളിൽ ഒന്ന്, കഴിഞ്ഞ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ തന്നെക്കാൾ പാർട്ടിയിൽ എല്ലാത്തിലും ജൂനിയറായ വീണ ജോർജിനെ മന്ത്രിയാക്കിയത് ഒരു പക്ഷേ അവർക്കത് അതെ അന്നോട്ട് ഇവർ ഇടഞ്ഞു നിൽക്കുകയാണ്. കാരണം ഈ സ്വാഭാവികമായിട്ടും മന്ത്രിസ്ഥാനത്തിന് അവകാശം പ്രതിഭയ്ക്കായിരുന്നു കിട്ടാനുള്ള സാധ്യത. ആ കൂട്ടത്തിൽ പാർട്ടിയിലെ സീനിയോറിറ്റി അനുസരിച്ച് നോക്കിയാലും അല്ലാതെ ജനപ്രതി എന്നുള്ള നിലയിൽ സീനിയോറിറ്റി അവർക്ക് തന്നെയാണ്. കാരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അതിന് മുമ്പ് ഒരു ടൈം MLA, രണ്ടാമത്തെ ടൈം MLA കഴിഞ്ഞ സ്ഥിതിക്ക് അതെ പാർട്ടിയിൽ സീനിയോറിറ്റി മാത്രമല്ല, എനിക്കൊന്നും ഇവർ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ എന്തൊക്കെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൊക്കെ അവർ നേരത്തെ അംഗമായിട്ടുള്ള ആളാണ്. വീണ ജോർജിനേക്കാൾ വളരെ സീനിയറായിട്ടുള്ള ആളാണ് ആ കാലത്തിൽ പാർട്ടി. അപ്പോൾ അതൊക്കെ ഒരു പക്ഷേ അവർക്ക് വലിയ വിഷമം ഉണ്ടാക്കിയിരുന്നിരിക്കാമെന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പ്രതിഭ ഈ ദിവസങ്ങളിലൊക്കെ വാർത്തകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്ത് ചെയ്യാനെ കൊണ്ടാണ് ലിജു ജയിച്ചത് താൻ തോറ്റു എന്നുള്ളൊരു യാഥാർത്ഥ്യം പ്രതിഭയ്ക്ക് ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ. ജയിച്ചു എന്ന് മാത്രമല്ല മന്ത്രിയും കൂടെ ആയി എന്നുള്ളതാണ് അതിൻ്റെ വിഷമത്തെ ഇരട്ടിയാക്കുന്നത്. അത് പ്രതിഭയ്ക്ക് ഇപ്പോഴും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഈ നടക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം.